മാർക്കും അവന്റെ അച്ഛനും ആകാശത്ത് ബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ല എറിഞ്ഞ് കളിക്കുന്നത്. ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ അവർ നിൽക്കുകയാണ്. മാർക്ക് റൈറ്റും നോളൻ ലെഫ്റ്റും. നോളൻ ആ സൈഡിൽ നിന്ന് ബോൾ എറിയും, മാർക്ക് ഇപ്പുറത്ത് നിന്ന് പിടിക്കും. അതുപോലെ തന്നെ തിരിച്ചും. അങ്ങനെ അവര് ഭൂമിയെ വട്ടം വെച്ച് ബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. സോ അവരുടെ ഒരു പവർ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു ഇഷ്യൂല് നോളനെ പോർട്ടൽ വഴി വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുപോയല്ലോ. അവിടെ പോയിട്ട് നോളൻ എന്ത് സംഭവിച്ചു? ആ കാര്യം നോളൻ മാർക്കുമായിട്ട് സംസാരിക്കുകയാണ്. ഇല്ല, ആക്ച്വലി നമ്മൾ സൗദി അറേബ്യയിൽ അതുങ്ങളുമായിട്ടുള്ള ബാറ്റിൽ കഴിഞ്ഞ് മോളിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോയില്ലേ? ആ സമയത്തിനുള്ളിൽ നമ്മളെ ട്രാക്ക് ചെയ്യാൻ അവരൊരു ട്രാക്കിംഗ് ഡിവൈസ് കണ്ടുപിടിച്ചു. പിന്നെ എന്റെ സൂപ്പർ സ്ട്രെങ്ത് നിർവീര്യമാക്കാനും ഒരു ഡിവൈസ് അവർ കണ്ടുപിടിച്ചു. മോളില് ആ പോർട്ടൽ ഓപ്പൺ ആക്കിയ ഉടൻ അവൻ എന്റെ തലയിൽ ആ ഡിവൈസ് വെച്ചു. അങ്ങനെ എന്റെ ശക്തികളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആ പോർട്ടലിന്റെ അകത്തോട്ട് എന്നെ വളരെ എളുപ്പത്തിൽ അവർക്ക് വലിച്ചെടുക്കാൻ പറ്റിയത്. അവരുടെ ലോകത്ത് സമയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടേത് ഒരു നോൺ ലീനിയർ ഡയമെൻഷൻ ആണെന്നാണ്. അവിടെ എത്ര നാൾ ഉണ്ടായിരുന്നു എന്നത് പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അതിനെക്കുറിച്ചല്ല എനിക്ക് നിന്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാനുള്ളത്. അവർ എന്നെ പോർട്ടലിന്റെ അകത്തോട്ട് വലിച്ചെടുത്തപ്പോൾ നീ എന്നെ ഉറക്കെ അച്ഛ എന്ന് വിളിച്ചു എന്ന് നോളൻ മാർക്കിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ മാർക്ക് പറയും, അതിനിപ്പോ എന്താ? ഓ ദൈവമേ, ഇത് അത്രയ്ക്ക് മോശമാണോ? അപ്പൊ നോളൻ പറയും, മോശമായേനെ. ഞാൻ ഇന്നലെ ഗാർഡിയൻസ് ഓഫ് ദ ഗ്ലോബിന്റെ കൂടെ ആയിരുന്നല്ലോ. ഡാർക്ക് കിങ് ആണ് എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ചില രാജ്യങ്ങളിൽ ന്യൂസിൽ അവൻ ഇത് കണ്ടെന്ന്. പക്ഷേ തെളിവായിട്ട് ഒരു ഫൂട്ടേജും ന്യൂസ് ചാനൽസിന് കിട്ടിയിട്ടില്ല. അത് നമ്മളെ ഭാഗ്യം. പിന്നെ നീയും ന്യൂസ് ചാനലിലൊന്നും അത്രയ്ക്ക് ഫേമസും അല്ലല്ലോ. എന്റെ അടുത്ത് ശത്രുതയുള്ള വില്ലന്മാര് നിന്റെ അടുത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് നോളൻ മാർക്കിന്റെ അടുത്ത് പറയും. അപ്പൊ മാർക്ക് പറയും, ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. നോളൻ ചോദിക്കും, വില്യം എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? മാർക്ക് പറയും, നാശം, സമയത്രയായി? ഉച്ചയാവാറായി. നിനക്കിന്ന് 1 മണിക്ക് അപ്സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലേ? അപ്പോൾ മാർക്ക് പറയും, യെസ്, അവൻ ഏത് സമയം വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് പറന്ന് വരെയാണ്. വീട്ടിന്റെ അകത്ത് ഇങ്ങനെ നടന്ന് പറക്കരുതെന്ന് 2 പേരുടെ അടുത്തും എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാർക്കിന്റെ കൂട്ടുകാരൻ വില്യം വീട്ടിലോട്ട് വരുന്നു. മാർക്ക് ചോദിക്കും, ഹേ വില്യം, നീ റെഡിയാണോ? വില്യം പറയും, സോറി, നമുക്ക് റോട്ടിലോട്ട് പോവാം. അവര് പോവാൻ നേരം ഡെബി പറയും, സൂക്ഷിച്ച് വണ്ടി ഓട്ടിക്കണേ. അന്നേരം മാർക്ക്, അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നു, ഞാൻ ഇപ്പൊ വരാവേ, എക്സ്ക്യൂസ് മീ. അങ്ങനെ മാർക്ക് ഓടി മേളിലോട്ട് വലിഞ്ഞു കയറി ജനലിൽ കൂടെ ആകാശത്തോട്ട് പറക്കുന്നു. നേരത്തെ അച്ഛനും മോനും ബോൾ എറിഞ്ഞ് കളിച്ചില്ലേ, ആ ബോൾ ക്യാച്ച് ചെയ്യാണ്. ആ ബോൾ ഇപ്പോഴാണ് ഭൂമി മൊത്തവും കറങ്ങി ആ സ്പോട്ടിലോട്ട് തിരിച്ചു വന്നത്. മാർക്ക് തിരിച്ച് വില്യത്തിന്റെ അടുത്ത് വന്ന് പറയും, ഞാൻ എന്റെ വാലറ്റ് എടുക്കാൻ മറന്നുപോയി. മാർക്ക് പോവാൻ നേരം അവന്റെ അച്ഛനമ്മേനെ നോക്കി പറയും, ബൈ, ഞാൻ പ്രോമിസ് ചെയ്യാം, ഞങ്ങൾ വരാൻ ലേറ്റ് ആവത്തില്ല. അങ്ങനെ മാർക്കും വില്യവും പോയതിനു ശേഷം നോളൻ ഡെബിന്റെ അടുത്ത് പറയും, അങ്ങനെ അവസാനം നമ്മൾ ഒറ്റയ്ക്കായല്ലോ. അപ്പൊ ഡെബി പറയും, നിങ്ങൾ നേരത്തെ എവിടെ പോണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നോളൻ പറയും, ഇന്ന് പോണില്ല. യു മീൻ? നോളൻ, യപ്പ്, ഇന്ന് ഞാൻ അവധി എടുക്കുകയാണ്. ഗാർഡിയൻസ് ഓഫ് ദ ഗ്ലോബ് എല്ലാം നോക്കിക്കോളും. ഞാൻ നിന്നെ മുകളിലോട്ട് കൊണ്ടുപോവാം. അങ്ങനെ നോളൻ ഡെബീനെ പൊക്കിയെടുത്തോണ്ട് മേളിലോട്ട് പോവും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ടീമിന്റെ സീക്രട്ട് ബേസിൽ റോബോട്ട് അവിടെ ബാക്കി ടീം മെമ്പേഴ്സിന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ എന്തിനായിരിക്കും ഇപ്പോൾ നിങ്ങളെ ഇവിടെ വിളിച്ചത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. എല്ലാത്തിനും ഒരു നാൾ മാറ്റമുണ്ടാകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 4 വർഷം മുമ്പ് നമ്മൾ ഒരുമിച്ചൊരു ടീമായത്. എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു അത്. എത്രത്തോളം വ്യത്യസ്തരായിരുന്നു നമ്മൾ. ഇപ്പോൾ എല്ലാം മാറിയിരിക്കുകയാണ്. എന്നെ ഗാർഡിയൻസ് ഓഫ് ദ ഗ്ലോബ് ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഈവ് പറയും, റോബോട്ട്, എത്ര വലിയ കാര്യമാണത്. റെക്സും പറയും, മാൻ, നീ ശരിക്കും അടിപൊളി തന്നെ. ശരിയാണ് റെക്സ്, എന്റെ സുപ്പീരിയർ സ്കിൽസ് ഉപയോഗിച്ച് ടീമിന്റെ മുഴുവൻ മെമ്പർഷിപ്പും കിട്ടും എന്നതിൽ ഒരു സംശയവുമില്ല. ഈ ഒരു ലാർജ് ഓർഗനൈസേഷന്റെ സഹായത്തോടെ എനിക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതിന് മുമ്പ് ഒരു സങ്കടമേറിയ വാർത്ത കൂടെ ഉണ്ട്. ഞാൻ ടീം എന്ന ഈ ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഒരേ സമയം 2 ടീമിലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള യൂസിന് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാം. എന്താവശ്യത്തിനും ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഇത് ഒരിക്കലും ഒന്നിന്റെയും അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ റെക്സ് പറയും, ഞങ്ങൾക്ക് മനസ്സിലാവും, എന്റെ അടുത്തോട്ട് വാ, നിന്നെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇവ് പറയും, കൺഗ്രാജുലേഷൻസ് റോബോട്ട്. കേറ്റ് പറയും, ഞങ്ങൾ നിന്നെ മിസ് ചെയ്യും. റോബോട്ട് പറയും,
ഞാനും നിങ്ങളെല്ലാവരെയും മിസ് ചെയ്യും. ഒരാള് ടെലിഫോണും കൊണ്ട് ഒരു റൂമിൻ്റെ അകത്തോട്ട് കയറുന്നു. സോ ഈ ആളിൻ്റെ അടുത്ത് അവൻ ഫോൺ കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ സർവൻറ്റിൻ്റെ പേര് സാൻഫോർഡ് എന്നാണ്. അവനൊരു താങ്ക്സും പറഞ്ഞിട്ട് ആ ഫോണ് മുതലാളി എടുത്ത് ഹലോ, അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്കറിയണം. 2 ദിവസമോ? സേഫ്റ്റി ടെസ്റ്റിങ്ങോ? നിനക്കിത് മനസ്സിലാവുന്നില്ലേ? എൻ്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ പവേഴ്സ് ഇല്ലാതെ ഞാൻ ഒന്നുമല്ല. എൻ്റെ ജീവിതം ഇപ്പോൾ നരകത്തിന് തുല്യമാണ്. എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ എനിക്ക് ഈ സ്യൂട്ട് അത്യാവശ്യമാണ്. 2 ദിവസമോ? അത് എനിക്കൊരു യുഗത്തിന് സമാനമാണ്. ഓക്കെ ഫൈൻ, എടുത്തോണ്ട് പോയത്. സർവൻ്റ് പറയും യെസ് സാർ. മാർക്കും അവൻ്റെ കൂട്ടുകാരൻ വില്യമും അപ്പോയിൻമെൻ്റ് എടുത്ത യൂണിവേഴ്സിറ്റിയിലെത്തും. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലിത്ര വലിയ കാര്യം എന്താണെന്ന്. വെറും 14 മിനിറ്റ് എടുത്ത യാത്ര. നിന്റെ പെരുമാറ്റം കണ്ട ഇതുവരെ ലോങ് ഡ്രൈവിൽ പോയിട്ടില്ലാത്ത കണക്ക് എന്ന് വില്യം മാർക്കിൻ്റെ അടുത്ത് പറയും. മാർക്ക് പറയും നമുക്കിനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. വില്യം പറയും നമ്മൾ അവരെ അഡ്മിഷൻ ഓഫീസിലാണ് പോയി കാണേണ്ടത്. അവിടെ പോകാനുള്ള വഴി അങ്ങോട്ടായിരിക്കും. വില്യം പറയും ഓ, ഈ സ്കൂളിലെ പെണ്ണുങ്ങളൊക്കെ അടിപൊളി തന്നെ. അങ്ങനെ അവർ രണ്ടുപേരും അകത്തോട്ട് കയറും. അവിടെ ഹായ്, എൻ്റെ പേര് ഡേവിഡ്. ഞാൻ മിസ്സിസ് താച്ചേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾ മാർക്കും വില്യമും അല്ലേ? ഡേവിഡ് വില്യത്തിൻ്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ മാർക്കും ഇദ്ദേഹം വില്യമും ആണല്ലേ? അപ്പോൾ വില്യം പറയും ആക്ച്വലി ഞാനാണ് വില്യം. ഓ ഓക്കെ വില്യം ആണല്ലേ, സോറി. അപ്പോൾ വില്യം പറയും ഓ അപ്പോളജൈസ് ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഡേവിഡിൻ്റെ സംസാരവും പെരുമാറ്റവും ഒന്നും നമ്മളെ വില്യത്തിന് ഇഷ്ടപ്പെടത്തില്ല. മാർക്ക് വില്യത്തിൻ്റെ കൈയൊക്കെ പിടിച്ച് അവനൊന്ന് സമാധാനിപ്പിക്കുകയാണ്. വില്യം എന്ന പേരിന് എന്താണ് കുഴപ്പം? ഇവന്മാർക്കൊക്കെ എത്ര കണ്ണേടിയെന്ത്? അപ്പം മാർക്ക് പറയും ഓ കമോൺ ബില്ലി, ഇതൊന്നും വലിയ കാര്യമല്ല. ഓ നീ ചിരിച്ചോ? നിന്റെ പേര് മാർക്കസ് എന്ന് വല്ലതും ആയിരുന്നെങ്കിൽ നീയും എൻ്റെ ഈ അവസ്ഥയിലായിരുന്നേനെ എന്ന് വില്യം മാർക്കിൻ്റെ അടുത്ത് പറയും. അതിലും മോശമായ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ പേര് അവരിങ്ങനെ പറയുമ്പോൾ അതിലെ തെറ്റ് കണ്ടുപിടിച്ച് ഞാൻ അവരെ ശരിയാക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാനായി ഏറ്റവും വലിയ തെറ്റുകാരൻ. അങ്ങനെ വില്യം അവൻ്റെ പേരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാർക്കിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് തന്നെ നടക്കുകയാണ്. വീട്ടിൽ നോളൻ ഡെബീൻ്റെ അടുത്ത് പറയും നമുക്ക് ഒന്നുകൂടൊന്ന് പോയാലോ? ഡെബി പറയും വീണ്ടും ഓ ഹണി, നിങ്ങളൊരു മൃഗം തന്നെ. നോളൻ പറയും ഞാൻ ഇത് ആയിട്ട് എടുക്കട്ടാ, നീ വരുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ ഡെബി പറയും എല്ലാം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അഹങ്കാരമാണെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് വീണ്ടും അവർ അവരുടെ കലാപരിപാടിയിലേക്ക് പോയിരിക്കുകയാണ്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഹായ്, സോറി ഞാൻ കുറച്ച് ലേറ്റായി. നിങ്ങൾ ഗ്രേസൺ അല്ലേ? ആൻഡ് നിങ്ങൾ വില്യം ക്ലോക്കൽ. ഞാൻ റിക് ഷെറിഡാൻ. ഇവിടത്തെ കെട്ടിടങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ നിങ്ങളെ ബില്ലെന്ന് വിളിച്ചോട്ടെ? അപ്പം വില്യം പറയും ഓ എങ്കിൽ പിന്നെ ഞാൻ നിന്നെ ശരിയെന്ന് വിളിക്കാം. റിക്ക് പറയും ഓ കുഴപ്പമില്ല. മാർക്ക് വില്യത്തിൻ്റെ അടുത്ത് പറയും അതിൻ്റെ അകത്ത് ഇപ്പോൾ നിന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു, പക്ഷേ റിക്കിൻ്റെ പെരുമാറ്റം കണ്ടോ? വില്യം പറയും സോ നീ എന്താണ് വിചാരിക്കുന്നത്? ഈ സ്കൂളിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? മാർക്ക് പറയും ഞാൻ ഇവിടെ വരും മുമ്പേ തന്നെ തീരുമാനിച്ചു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഇതത്ര എക്സ്പെൻസീവുമല്ല. എൻ്റെ പാരൻസിന് ഇത് അഫോർഡബിൾ ആയിരിക്കും. എൻ്റെ SATന്റെ മാർക്ക് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇവിടെ സീറ്റ് കിട്ടുകയും ചെയ്യും. വേറെ എന്തെങ്കിലും ഇവിടെ മോശമായിട്ട് വരാതിരുന്നാൽ മതി. ഞാൻ പിന്നെ ചുമ്മാ നിൻ്റെ കൂടെ വന്നതാണ്. എനിക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ ഒരു കാരണം, അത്രേ ഉള്ളൂ എന്ന് വില്യം പറയും. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. വെറുതെ വഴി കിടക്കുന്നതിനേക്കാളും ഇതൊരു നല്ല സ്ഥലമാണ്. മാർക്ക് പറയും ഓ എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് റൂം എടുക്കാം. വില്യം പറയും അത് കൊള്ളാം, നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഒരു പൊളിക്കും. മാർക്ക് പെട്ടെന്ന് ഒരു സൗണ്ട് ശ്രദ്ധിക്കും. നീ അത് കേട്ടോ? പെട്ടെന്ന് അവരുടെ പുറകിലെ മതില് ഇടിച്ചു പൊളിച്ചെടുത്തോണ്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് പോലെ ഒരുത്തൻ മാർക്ക് വില്യത്തിന്റെ അടുത്ത് പറയും വില്യം പെട്ടെന്നൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. മാർക്ക് ഒരു സെക്യൂരിറ്റി വന്നിട്ട് നീ ആരാണെന്നാണ് നിന്റെ വിചാരം? അടുത്ത സെക്കൻഡ് അവനെ ഒരടിയിൽ ഉറക്കും. എല്ലാവരും വഴിന്ന് മാറ്, നീ അവിടെ തന്നെ നിൽക്ക്, ഇത് ഞാൻ ഇപ്പൊ തീർത്തു തരാം. ഓ ഇതിപ്പോ തീരൂലെന്നാണ് തോന്നുന്നത്. ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്, വിഷമിക്കണ്ട. അങ്ങനെ ഒരു പെണ്ണ് അവന്റെ മുമ്പിൽ തന്നെ പോയി മറിഞ്ഞടിച്ച് വീഴും. പക്ഷെ ഇൻവിൻസിബിൾ അവളെ രക്ഷിക്കും. ഒന്ന് സൂക്ഷിച്ചൊക്കെ ഓടണ്ടേ. അവിടെ ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. ആ ഹ്യൂമനോയിഡ് റോബോട്ട് നേരെ അതിൽ ചെന്ന് ഓടി സ്വയം സൂയിസൈഡ് ചെയ്യും. ഇൻവിൻസിബിൾ രക്ഷിച്ച ആ പെണ്ണ് പറയും അവൻ എന്നെ പിടിക്കാനാണ് വന്നത്. അപ്പൊ ഇൻവിൻസിബിൾ പറയും അല്ല, നമ്മളെല്ലാവരും അവന്റെ വഴിയിലായിരുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? ഈ മനുഷ്യന് പെട്ടെന്നൊരു ആംബുലൻസ് വേണം.
എല്ലാം നമ്മളെ കൺട്രോളിലല്ലേ. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പോവുകയാണ്. ഓ വില്യം, താങ്ക് ഗോഡ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ പോയതാണ്. വില്യം പറയും, ശരിക്കും? ഡ്യൂഡ്, നിനക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന് എന്തുകൊണ്ട് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല? അങ്ങനെ മാർക്ക് അവൻ്റെ വീട്ടിലെത്തുന്നു. മാർക്ക് വില്യത്തിൻ്റെ അടുത്ത് പറയും, താങ്ക്സ്, വണ്ടി ഓട്ടിച്ചതിന് നന്ദി. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കാം. അപ്പോൾ വില്യം പറയും, നിന്റെ ഈ രഹസ്യം ഞാൻ ആരുടെ അടുത്തും പറയത്തില്ല. അപ്പുറത്തെ റൂമിൽ, ഓ നാശം, അതൊരു കാറിൻ്റെ ശബ്ദമല്ലേ? അയ്യോ ഡോറ്. ആ മാർക്ക് വീടിൻ്റെ അകത്ത് കയറി വരുമ്പം ഡെബി അവളുടെ ടീഷർട്ട് തലതിരിച്ചായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ മാർക്കിനെല്ലാം മനസ്സിലാവും. ഹോളി ക്രാപ്പ്, ഞാൻ ഇതിനൊട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ മോളിലോട്ട് പോവുകയാണേ. നീ എനിക്ക് ടീഷർട്ട് തിരിച്ചാണ് ഇട്ട് തന്നിരിക്കുന്നത് തടിയാ. സോറി, ഞാൻ അന്നേരത്തെ ഒരു ധൃതിയിൽ ഞാൻ പോയി ഡ്രസ്സ് മാറ്റട്ട്. ആ പെട്ടെന്ന് നോളൻ ഒരു ഫോൺ വരും. ഹലോ. അവിടെ ടൈലർ ഷോപ്പിൽ നിന്നായിരുന്നു കോള്. ബ്ലാക്ക് സാംസന്റെ പവേഴ്സ് റിസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ട് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു ഞാൻ. അവന്റെ കാര്യം നിനക്ക് അറിയാലോ. അവനൊരു പുതിയ സൂപ്പർ സൂട്ട് നിർമ്മിക്കാൻ എനിക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ സൂട്ട് ഇപ്പോൾ കാണുന്നില്ല. ഓ, ഗാർഡിയൻസ് പറഞ്ഞു അവർക്ക് അവനെ വിട്ട് കളയേണ്ടി വന്നു എന്ന്. ടൈലർ പറയും, ഞാനത് ആരാണെന്ന് കണ്ടില്ല. അവരകത്ത് കയറും മുമ്പേ എന്നെ അടിച്ച് ബോധരഹിതനാക്കി. ഈ ലൊക്കേഷൻ അധികം ആർക്കും അറിയത്തില്ല. പിന്നെ ആ സൂട്ട് മാത്രമാണ് അവർ ഇവിടെ നിന്ന് മോഷ്ടിച്ചത്. അപ്പോൾ നീ പറഞ്ഞു, എനിക്കറിയത്തില്ല ഞാൻ എന്താണ് പറയുന്നതെന്ന്. ഐ മീൻ, അവൻ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു. ചിലപ്പോൾ അവൻ്റെ പവേഴ്സൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ സ്ട്രെസ് കൊണ്ടാവാം. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ കയറി എൻ്റെ സ്യൂട്ട് മോഷ്ടിച്ച് ആ സൂട്ടുമായിട്ട് ഫ്രീ ആയിട്ട് സിറ്റിയിൽ കറങ്ങി നടക്കുകയാണ്. പിന്നെ ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ. ഇല്ല 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 ഇല്ല.